നമുക്ക് പ്രത്യേകിച്ച് ഉപകാരം കാര്യങ്ങളൊന്നുമില്ല. ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചിറങ്ങി നമുക്ക് ഫ്രഷറായിട്ട് ഏത് കമ്പനി പോയാലും ജോലി കിട്ടും. അതിന് ക്യാമ്പസ് പ്ലേസ്മെന്റ് വേണമെന്നൊന്നുമില്ല. ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് നമുക്ക് ജോലി കിട്ടിയാലും സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു ഫ്രഷർക്ക് കിട്ടാൻ പോകുന്നത് 15 തൊട്ട് 20 രൂപയ്ക്കുള്ളില്ല. അതിപ്പോ നമ്മൾ ഏത് കമ്പനിയിൽ നമ്മുടെ ഇപ്പോൾ ഒരു പാസ്സായ സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്നില്ല, കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും മതി. അതുമായിട്ട് നമ്മൾ ഏത് കമ്പനി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷറായിട്ട് ജോലി കിട്ടും. കാരണം അവർക്ക് പണിക്കാരെ ആവശ്യമുണ്ട് ജോലി ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫ്രഷറായിട്ട്. അങ്ങനെ ഒരു 5-6 കൊല്ലം നമ്മുടെ ഫ്രഷറായിട്ട് പോകും. ഈ ജോലിക്ക് പോകുമ്പോൾ വലിയ സുഖമോ കാര്യങ്ങളോ കാണും. 15,000 രൂപയ്ക്ക് 80,000 രൂപയുടെ പണിയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. പിന്നെന്തുവാ? അപ്പൊ നമ്മൾ വിചാരിക്കും പുറത്തോട്ട് പോവാന്ന്. പക്ഷെ ഈ പുറത്തോട്ട് പോയാൽ രക്ഷപ്പെടുന്ന കാര്യം അത്ര എളുപ്പമല്ല. ഇപ്പോ എന്തുവാ ഞാൻ പറയുന്നത്, നമ്മൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മളെ കൊണ്ടുപോകാൻ ആരെങ്കിലും വേണം. അത്യാവശ്യം നമ്മുടെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വേണം. അതല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റണം. എങ്ങനെയും ഏതൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ പോകാം. അതല്ലാതെ ഇപ്പൊ നമ്മള് ഇപ്പൊ ലോൺ എടുത്തോ അല്ലെങ്കിൽ പലിശയ്ക്ക് പൈസ എടുത്തോ അങ്ങനെയൊക്കെ ഗൾഫിൽ പോകാൻ നിന്ന്, അല്ലെങ്കിൽ ഏജൻസി വഴി പോകണമെങ്കിൽ ഏജൻസി ചിലപ്പോൾ പറ്റിക്കാം. അല്ലെ ഇങ്ങനെ ഇപ്പൊ പൈസ കൊടുത്ത് നമ്മൾ പോയി അവിടെ നമുക്ക് ഒരു 80,000 രൂപ 1,00,000 രൂപയുടെ ജോലി കിട്ടിയെന്ന് വെച്ചോ, നമ്മൾ 3,00,000 രൂപ 6,00,000 രൂപ ഏജൻസിക്ക് കൊടുത്തോ അല്ലെ കടം വാങ്ങിച്ചോ ആയിരിക്കും പോയത്. അതിന്റെ പലിശയായിട്ട് അതിന്റെ പകുതി അടഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. അപ്പൊ ഞാനിതിവിടെ പറയാൻ കാരണം എന്തോന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങളൊരു പരീക്ഷയ്ക്ക് തോറ്റു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സപ്ലി വന്നു അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ കേട്ടോ പറയുന്നത്. എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമേ ഇല്ല. 1% ആൾക്കാർക്ക് മാത്രമേ പഠിച്ചിട്ട് കാര്യമുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പഠിച്ചിട്ട് നല്ല ജോലി കിട്ടിയെന്ന് പറയുന്നവനും പഠിച്ച ജോലി ആയിരിക്കത്തില്ല ചെയ്യുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെന്തുവാ, ഇതൊക്കെ ഞാനിപ്പോ പറയാൻ കാരണം എന്തോന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു കണ്ടന്റ് ആയിക്കോട്ടെ. പിന്നെ എന്റെ നല്ല ഇപ്പൊ പഠിച്ചിറങ്ങി ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 10 കഴിഞ്ഞ് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും. 10 കഴിഞ്ഞാൽ എന്നോട് പിന്നെ വലുതായിട്ടൊന്നും പഠിക്കേണ്ട, സുഖമായിട്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞല്ലേ. +2 കഴിഞ്ഞാൽ എന്നോട് കോളേജിൽ എന്ന് പോകുന്നു വേണ്ട, ക്ലാസ് കട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലേ. കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എത്ര നാൾ വേണേലും ചുമ്മാ നടന്നു, അത് കഴിഞ്ഞ് പിന്നെ ഈ ജോലിക്കൊക്കെ പോയാൽ മതി, അങ്ങനെയൊക്കെ കുറെ ഇത് വരും. പിന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഭയങ്കര എന്തോ അടിപൊളി സാധനമാണ്. 2 lakh LPA 2.5 lakh LPA എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ 2 lakh LPA അല്ലെങ്കിൽ 2.5 lakh LPA എന്നൊക്കെ പറഞ്ഞാൽ ഒരു വർഷത്തെ കണക്കാണ് അവർ പറയുന്നത്. അതായത് മാസം 15,000 രൂപ 20,000 രൂപ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോ പുറത്ത് പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നാട്ടിൽ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മെയിൻ ആയിട്ട് പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന എന്തോന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുക. അതാകുമ്പോൾ ഇപ്പൊ മൂവ് ചെയ്യാനും നമുക്ക് വലിയ സങ്കടം കാണത്തില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ളതാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പെടാത്തൊരു കാര്യം വേറൊരാൾ പറയുന്നത് നമ്മൾ ചെയ്ത്, ഇനി വീട്ടുകാരല്ല നാട്ടുകാരല്ല കോളേജിലെ ആൾക്കാർ പറഞ്ഞ് നമ്മൾ ചെയ്ത്, അപ്പോ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ചെയ്യുന്നത്, നമുക്ക് അതുകൊണ്ട് വലിയ പ്രയോജനവും ഇല്ല. അപ്പൊ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയിപ്പോ. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എനിക്ക് കുറച്ചുകൂടെ കൂടുതലൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഓർത്ത് വരുവാണെങ്കിൽ അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ. ഷോർട്സ് അല്ലേ, ഇത്രയൊക്കെ മതി. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളോ അല്ലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ എന്ന് വീഡിയോ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം.